കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ വളരെ പ്രാധാന്യപ്പെട്ട, അതായത് ഞായറാഴ്ച ഒരിക്കലും ഉദയാസ്തമന പൂജ ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായി. കാരണം ഏകാദശിയുടെ ഒരു അതിൻ്റെ ഇതിലായിട്ടാണ്. ഇന്നിപ്പോൾ ദേവസ്വത്തിൻ്റെ വകയായിരുന്നു ഉദയാസ്തമന പൂജ. അപ്പോൾ തുലാമാസത്തിലുള്ള ഉദയാസ്തമന പൂജയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കും ഞായറാഴ്ചത്തെ തിരക്കും എല്ലാം കൂടി നല്ല തിരക്കായിരുന്നു. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് എന്നറിയില്ല. അമ്പാടിയിലെ രൂപങ്ങളാണോ അതോ മറ്റേതെങ്കിലും രൂപങ്ങളാണോ കളഭം കൊണ്ടുള്ള അലങ്കാരത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അറിയില്ല. ദേവകൾ പൂജിതമായ വിഗ്രഹത്തിലെ ഏത് രൂപത്തിലാണ് എന്ന് നമുക്ക് ദർശനം തരുന്നത് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്ന് നേരെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ട് ഗണേശനെ ഒന്ന് കണ്ട് തൊഴാം. ഏകാദശി വിളക്ക് ഇന്നലെ തുടങ്ങി. അതുപോലെ ഇനിയിപ്പോൾ 30 ദിവസം, അടുത്ത ഡിസംബർ 1 ഏകാദശിയാണ്. ഗുരുവായൂർ ഏകാദശി ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് തൊഴുത് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോൾ ഭഗവാന്റെ കൊടിമരം കാണാം. അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും, അതേപോലെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവി ഒക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ വശത്തേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതേപോലെ കെടാവിളക്ക് കാണാം. അതൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കി നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ തൂണ് നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. നിറയെ ദീപങ്ങളിങ്ങനെ നെയ്വിളക്കുകൾ ഇങ്ങനെ കത്തിയിട്ട് സ്വർണത്തിൻ്റെയും വെള്ളിയിലൊക്കെ വിളക്കിൽ നെയ്യ് പകർന്നിങ്ങനെ ആ ദീപങ്ങളിലെ പ്രഭ ഇങ്ങനെ കാണുന്നു. ഭഗവാന്റെ മേലുള്ള, അതായത് സ്വർണത്തിൻ്റെ അതൊക്കെ പ്രതിഫലിക്കുമ്പോൾ നമ്മളിലേക്ക് അതിങ്ങനെ എത്തുകയാണ്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് കാൽപാദങ്ങൾ 2 കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ചുവന്ന പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, പാളത്താറ് പോലെ ഇങ്ങനെ. പിന്നെ നോക്കുമ്പോൾ അരമണി ചാർത്തിയിട്ടുണ്ട്, കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. കുറച്ച് വലിയ ആളായിട്ടാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ അതിന് നടുക്കായിട്ട് സ്വർണത്തിൻ്റെ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ്. അവിടെയുണ്ട് ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്. എന്താ വെച്ചാൽ ചതുർബാഹുവാണ് കേട്ടോ. ചതുർബാഹുവായ നാരായണനായിട്ടാണ് ഇന്നത്തെ അലങ്കാരം. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ ചതുർബാഹുവായിട്ട് തന്നെ ശംഖ്, ചക്ര, ഗദാപത്മത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ ഭഗവാന്റെ ആ കളഭാലങ്കാര രൂപം. വളരെ മനോഹരമാണ്. ഇങ്ങനെ ശംഖ്, ചക്രമൊക്കെ, ഗദ, പത്മമൊക്കെ ശരിക്കും പറഞ്ഞാൽ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഗദയൊക്കെ ചന്ദനം കൊണ്ടാണ് ചാർത്തിയാണ്. അതിൻ്റെ മുകളിൽ ശംഖിൻ്റെ അവിടെ സ്വർണത്തിൻ്റെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ ചക്രത്തിൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ട്. താമരയ്ക്കും അതേപോലെ ഗോപീതിലകം, ഗദ ചന്ദനം കൊണ്ട് നല്ല വലുതായിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ 2 തിരുമുടി മാലകൾ, പീലി തിരുമുടി പോലത്തെ അത് കെട്ടിയിട്ട് കിരീടം ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മുകളിൽ തിരുമുടി മാല 2 ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ തെച്ചി തുളസി ആയിട്ടുള്ളതും വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതും. പിന്നെ അതേപോലെ വലിയ ഉണ്ടമാല എന്ന് പറഞ്ഞാൽ ശരിക്കും വനമാലയുടെ പോലെയാണ്. തുളസി, തെച്ചി, വെളുത്ത പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ താമര പൂവൊക്കെ ആയിട്ട് അങ്ങനെ ചേർത്തിയ വനമാലയുടെ പോലത്തെ 2 ഉണ്ടമാലയുണ്ട്. അപ്പോൾ വളരെ, പിന്നെ മുകളിലിങ്ങനെ തുളസി, കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസി കൊണ്ടുള്ള വിധാനമായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ഒരു താമരമാലയും. അങ്ങനെ ധാരാളം മാലകളൊക്കെ ആയിട്ട് ശ്രീലകം നിറച്ച് കാണുകയാണ് ആ ചതുർബാഹുവായ വിഗ്രഹം. വളരെ മനോഹരമായ കാഴ്ച. അപ്പോൾ എല്ലാവരും
ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി നമ്മൾ കാണുന്ന കാഴ്ചയാണെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം, തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ ചുവരിൻ്റെ മുകളിലുള്ള അല്ലക്കണ്ണനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ ഗ്രില്ല് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നിറച്ച് തിരക്കുമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കണ്ട് വരുമ്പോൾ കൊമ്പ്, തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ആ ചന്ദനം കൊണ്ട്. അതിന് മുകളിൽ കളഭവും ചാർത്തിയിട്ടുണ്ട്. വലിയ നല്ല കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണ്ണമാലകൾ അണിഞ്ഞിട്ടുണ്ട്. പാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. താമരയുണ്ട്, തെച്ചിയുണ്ട്, എല്ലാം കൊണ്ടും പൂജിച്ചിട്ടുള്ള അർച്ചന പൂക്കളുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ വരുന്ന ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ബാക്കിയുള്ള ആ വാമന രൂപത്തെയും കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷം കാണാം. ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അങ്ങനെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ധാരാളം പൂക്കളുണ്ട്. മാലകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് മേളിലും വിധാനമായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ ഒന്ന് ഇങ്ങനെ തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ആ ഉഗ്രരൂപിയായ നരസിംഹരൂപത്തെ കാണാം. കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ ദശാവതാരത്തിലെ ബാക്കി വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. മുരുകനെ കാണാം. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ എത്തുമ്പോൾ ഇന്നിപ്പോൾ 2 വെറ്റിലമാല ചാർത്തിയിട്ടുണ്ട്. കുങ്കുമമുണ്ട്. അതേപോലെ ലിഖിതമാല ഉണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ആ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് നമ്മൾ നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ഗ്രില്ലിന് അപ്പുറത്തുള്ള മണിക്കിണറും അതേപോലെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്ന് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ ഇടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് എത്തുമ്പോഴും നല്ല തിരക്കാട്ടോ. അവിടെ വന്ന് നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ നിറയെ തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഗോളക ഇറക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ പൂക്കൾ ധാരാളമുണ്ട്. നല്ല പാവുമുണ്ട് ഉടുപ്പിച്ച് അതിൻ്റെ മുകളിൽ പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ നല്ല താമരപ്പൂക്കൾ കൊണ്ട്, തെച്ചിപ്പൂക്കൾ കൊണ്ടൊക്കെ അഭിഷേകം, അങ്ങനെ പൂജ, അങ്ങനത്തെ അതാണ് കാണാനുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ ആ കോർണറിലെത്തിയാലൊന്ന് തിരിഞ്ഞ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക. മമ്മിയൂർ പോയി വരുന്ന പോലെ, അവിടെ പോയി ദർശനം കിട്ടുന്ന പോലെ നമ്മൾ
മനസ്സിൽ വിചാരിക്കാം മമ്മിയൂരപ്പനെ നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടുത്തെ അനുഗ്രഹം കിട്ടും. അതിന് ശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെ വന്നിട്ടും വീണ്ടും നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയ ചതുർബാഹുവായ മഹാപ്രഭുവിനെ നാരായണ രൂപത്തെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ അവിടുന്ന് പോകുന്ന കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. നമസ്കരിച്ച് വീണ്ടും നമ്മൾ അയ്യപ്പൻ്റെ അടുത്തേക്ക് വരിക. അയ്യപ്പൻ്റെ അടുത്ത് തിരക്കൊന്നുമില്ല, ചോറുകൊണ്ട് തിരക്കൊന്നുമില്ല, അതുകൊണ്ട് സുഖമാണ്. അവിടെ വന്ന് തൊഴുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കിരീടം വെച്ചിട്ടുണ്ട്, ആ മുഖത്തൊക്കെ അലങ്കാരമായിട്ടുണ്ട്, താഴത്തേക്ക് ഇങ്ങനെ താഴെ വരെ ഉണ്ട്, ചന്ദനം കൊണ്ട് ചാർത്തായിട്ടുണ്ട്, പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുമുണ്ട്. അതേപോലെ അരയിലൊരു കറുത്ത പട്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ വലിയ സ്വർണത്തിൻ്റെ മാലയുണ്ട്. അതാണ് കാണാനുള്ളത്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോകുന്നു പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കുറച്ച് താഴത്തേക്ക് ഇറങ്ങി നിന്ന കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പുറത്തേക്ക് വന്ന് നേരെ നമ്മൾ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. അപ്പോൾ അതിന് നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ നോക്കിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിലേക്ക് പോവാം. അവിടെ വന്ന് അതൊന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് ദേവിയുടെ അവിടേക്ക് വരാം. അത് കഴിഞ്ഞാൽ നമ്മൾ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അത് കഴിഞ്ഞ് നമ്മൾ തെക്കേ ഭാഗത്തേക്ക് എത്തി അവിടെ വന്ന ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ 3:30 വീണ്ടും തുറക്കാറായി. അപ്പോൾ ഇനിയും ഭക്തന്മാർക്കൊക്കെ സുഖമാണ്. ഇപ്പോൾ അധികം സമയം ഒഴിവില്ല, ഏത് സമയത്തും തുറന്നിരിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.